എമ്പുരാൻ ബുധനാഴ്ച വരെ പെരുന്നാൾ പതിപ്പ്, ബുധനാഴ്ചയ്ക്ക് ശേഷം എമ്പുരാൻ സംഘി പതിപ്പ്. ഇത് കേൾക്കുമ്പോൾ പഴയൊരു കാര്യമാണ് ഓർമ്മ വരുന്നത്. നമുക്കറിയാം, വർഷങ്ങൾക്ക് മുൻപ് പുറത്തു വന്ന ഹരികൃഷ്ണൻ എന്ന മലയാള ചലച്ചിത്രം. ഈ ചലച്ചിത്രത്തിൽ 2 നായകന്മാരായിരുന്നു. ഹരികൃഷ്ണൻസ്മാരായിട്ട് വന്നത് മമ്മൂട്ടിയും മോഹൻലാലുമായിരുന്നു. മലപ്പുറത്ത് മമ്മൂട്ടി നായികയെ കല്യാണം കഴിക്കുന്ന എഡിഷനും തിരുവനന്തപുരത്ത് മോഹൻലാൽ നായികയെ കല്യാണം കഴിക്കുന്ന എഡിഷനും, അങ്ങനെ 2 എഡിഷനാണ് ഉണ്ടായത്. ഇപ്പോൾ അതുപോലെ തന്നെ എമ്പുരാന് 2 പതിപ്പ് വരികയാണ്. 1 സംഘി പതിപ്പും 2 പെരുന്നാൾ പതിപ്പും. എമ്പുരാൻ റീ എഡിറ്റിംഗ് പ്രഹസനമോ? ആ ചോദ്യത്തിന് അങ്ങനെയാണ് എന്ന് തന്നെ ഉത്തരം പറയേണ്ടി വരും. കാരണം വെള്ളിയാഴ്ച രാത്രിയിൽ തന്നെ എമ്പുരാൻ എന്ന സിനിമയുടെ റീ എഡിറ്റിംഗ് ആരംഭിച്ചിരുന്നു. എമ്പുരാന്റെ 17 വെട്ടും വെട്ടി റീ എഡിറ്റഡ് വേർഷൻ തയ്യാറാക്കിയെന്നാണ് ആദ്യം കേട്ടത്. ശനിയാഴ്ച അത് തിയേറ്ററുകളിൽ എത്തുമെന്നായിരുന്നു സൂചനകൾ. എന്നാൽ ഇപ്പോഴും റീ എഡിറ്റിംഗ് പൂർണ്ണമായിട്ടില്ല, തീരുമാനമായിട്ടില്ല. ഇങ്ങനെയൊക്കെയാണ് നിർമ്മാതാക്കൾ പറയുന്നത്. നിർമ്മാതാക്കൾ സെൻസർ ബോർഡിന് അപേക്ഷ നൽകിയിട്ടില്ല. ഇങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. എന്നാൽ ഇത് തെറ്റായ വിവരങ്ങൾ എന്ന് പറയാനുള്ള വ്യക്തമായ മറ്റൊരു കാരണം കൂടിയുണ്ട്. സ്വാമി ഭദ്രാനന്ദ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വെള്ളിയാഴ്ച തന്നെ നിർമ്മാതാക്കളുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വെള്ളിയാഴ്ച തന്നെ റീ എഡിറ്റിംഗ് പരിപാടികൾ ആരംഭിച്ചിരുന്നു എന്നതിന് വ്യക്തമായ വിവരങ്ങൾ, വ്യക്തമായ തെളിവുകൾ ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു. നിസ്സാരം മണിക്കൂറുകൾ കൊണ്ട് തീർക്കേണ്ട കാര്യമേ ഉള്ളൂ എന്ന് എഡിറ്റിംഗ് സിംഹങ്ങൾ പോലും പറയുമ്പോൾ ആർക്കു വേണ്ടിയാണ് റീ എഡിറ്റിംഗ് വൈകിപ്പിക്കുന്നത് എന്നും പുതിയ പതിപ്പ് എത്തുന്നതുവരെ പഴയ പതിപ്പ് തിയേറ്ററുകളിൽ ഓടുന്നത് അല്ലെങ്കിൽ അതിനനുവദിക്കുന്നത് പെരുന്നാൾ പ്രമാണിച്ചുണ്ടാകുന്ന തിരക്കിനെ ലാക്കാക്കി തന്നെയാണ് എന്നും സൂചനകൾ പുറത്തു വരുന്നു. 17 വെട്ടുകൾക്ക് ശേഷം ശനിയാഴ്ച തിയേറ്ററിൽ എത്തുമെന്ന് അറിയിച്ചിരുന്നു. സിനിമ തിങ്കളാഴ്ച എത്തുമെന്ന് അറിയിച്ചിരുന്നു. അതിൽ നിന്ന് മാറി ബുധനാഴ്ചയായി, പിന്നീട് അത് വ്യാഴാഴ്ചയായി. എന്തായാലും ബുധനാഴ്ച വരെ സുഡാപ്പി പതിപ്പുകളോടും അവർ ഉദ്ദേശിച്ച കാര്യം നടക്കും. വ്യാഴാഴ്ച മുതൽ അത് സംഘി പതിപ്പാകും. അതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞത്, പണ്ടത്തെ ഹരികൃഷ്ണൻ പോലെ മലപ്പുറത്ത് മമ്മൂട്ടി പതിപ്പും തിരുവനന്തപുരത്ത് ലാൽ പതിപ്പും. അന്ന് തന്നെ ഈ ഒരു വർഗീയ ചേരിതിരിവ് സിനിമാ ഫീൽഡിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെ മനസ്സിലാക്കണം. അതിപ്പോഴും തുടരുന്നു. ചിലപ്പോൾ മാത്രം അതിങ്ങനെ തലപൊക്കി പുറത്തു വരും, നമ്മളെ പോലുള്ളവർ മനസ്സിലാക്കും എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം. അപ്പോൾ സംഘികൾ കരുതുന്ന ഒരു കാര്യമുണ്ട്, വ്യാഴാഴ്ച മുതൽ എഡിറ്റഡ് വേർഷൻ കാണുമ്പോൾ തങ്ങൾ വിജയിച്ചു എന്നവർ മനസ്സിലാകും. എന്നാൽ 2 വിഭാഗങ്ങളെ തമ്മിൽ അടുപ്പിക്കുന്ന ഗൂഢസംഘത്തിന്റെ പദ്ധതി അവിടെ നടക്കുകയും ചെയ്യും. എന്നാൽ ഇവിടെ ഉയർന്ന ഗൗരവമായ മറ്റൊരു ചോദ്യമുണ്ട്. ചിത്രത്തിലെ പാളിച്ചകൾ നിർമ്മാതാക്കൾ തന്നെ സമ്മതിച്ച സ്ഥിതിക്ക് എന്തിനാണ് ഇത്തരത്തിൽ തെറ്റായ ആശയം പ്രചരിപ്പിക്കാൻ ഇങ്ങനെ ഒരു സിനിമ 2 പതിപ്പിൽ ഇറങ്ങുന്നത്, 2 വ്യത്യസ്ത സമയത്തിൽ ഇറങ്ങുന്നത്? ഒന്ന് പെരുന്നാൾ പതിപ്പും പെരുന്നാളിന് ശേഷം സംഘികളെ സമാധാനിപ്പിക്കാൻ മറ്റൊരു പതിപ്പും. എന്തിനാണ് ഇത്തരത്തിൽ തെറ്റായ സന്ദേശമുള്ള ഒരു സിനിമ പ്രചരിപ്പിക്കുന്നത് എന്ന ചോദ്യം ഇപ്പോൾ ശക്തമാവുകയാണ്. ആദ്യ 30 മിനിറ്റിൽ കാണിക്കുന്ന ഗുജറാത്ത് കലാപരംഗങ്ങൾ കുറയ്ക്കുമെന്നാണ് അറിയുന്നത്. കേന്ദ്ര സർക്കാരിനെതിരായവരെ ദേശീയ ഏജൻസി കേസിൽ കൊടുക്കുന്നതായി കാണിക്കുന്ന ഭാഗങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തും. അതേസമയം റീ എഡിറ്റിംഗിന് മുമ്പ് ചിത്രം കാണാൻ വൻ തിരക്കാണ് ഇപ്പോൾ തിയേറ്ററുകളിൽ അനുഭവപ്പെടുന്നത്. ഈ 2 ദിവസങ്ങളിൽ പ്രധാന നഗരങ്ങളിലെ തിയേറ്ററുകളിൽ സീറ്റില്ല എന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയും കുടുംബവും ചിത്രം കാണാൻ എത്തിയിരുന്നു. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ സിനിമയെ പിന്തുണച്ചെത്തിയെങ്കിലും മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നില്ല. ബാബാ ബജ്രംഗി എന്ന വില്ലന്റെ പേര് മാറ്റാൻ ആലോചന ഉണ്ട് എങ്കിലും സിനിമയിൽ ഉടനീളം ആവർത്തിക്കുന്ന ആ പേര് മാറ്റാൻ സാധിക്കുമോ എന്നത് വ്യക്തമല്ല. സിനിമയിൽ ഭേദഗതി വരുത്തിയാൽ വീണ്ടും സെൻസർ ബോർഡ് കാണണം എന്നാണ് ചട്ടം. അതിനാൽ നടപടിക്രമം പൂർത്തിയാക്കി സിനിമയുടെ പരിഷ്കരിച്ച പതിപ്പ് തിയേറ്ററിലെത്താൻ വ്യാഴാഴ്ച എങ്കിലും ആകുമെന്നാണ് റിപ്പോർട്ട്. അതാണ് ആദ്യം പറഞ്ഞത്. അതുവരെ സുഡാപ്പി പതിപ്പ് ഓടും. സിനിമയ്ക്ക് പിന്തുണയുമായി ഡിവൈഎഫ്ഐയും രംഗത്തെത്തിയിട്ടുണ്ട്. സാംസ്കാരിക പ്രതിരോധ പരിപാടി സംഘടിപ്പിക്കുമെന്നറിയുന്നു. മഹാപ്രതിഭകളായ ചലച്ചിത്ര താരങ്ങളെയും അണിയറ പ്രവർത്തകരെയും ഭയപ്പെടുത്താൻ നോക്കിയാൽ അതിനെ വകവെച്ചു കൊടുക്കാൻ കഴിയില്ല എന്നാണ് ഡിവൈഎഫ്ഐയുടെ നിലപാട്. ഗുജറാത്ത് വംശഹത്യയെപ്പറ്റി പരാമർശിക്കുന്നവരെ മുഴുവൻ രാജ്യദ്രോഹികളാക്കുന്ന വിരട്ടൽ കയ്യിൽ വെച്ചാൽ മതി എന്നും ഡിവൈഎഫ്ഐ പറയുന്നു. സംഘി തമ്പുരാന്മാർ എമ്പുരാനെ എതിർക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാണാം എന്നാണ് വെല്ലുവിളി. ഇത് കേരളമാണ് എന്ന പേരിൽ തിരുവനന്തപുരം മാനവീയം വീഥിയിൽ വൈകിട്ട് 5 മണിക്കാണ് ഡിവൈഎഫ്ഐയുടെ പരിപാടി. മോഹൻലാലിനെ കേന്ദ്ര കഥാപാത്രമാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എമ്പുരാന്റെ വിവാദ ഭാഗങ്ങൾ റീ എഡിറ്റ് ചെയ്ത് എന്തായാലും വ്യാഴാഴ്ച വരെയാണ് കാത്തിരിക്കേണ്ടത് തിയേറ്ററിലെത്തുന്നത്. സിനിമയ്ക്കെതിരെ ആ അവസരത്തിൽ വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്ക് തുടരുന്നുണ്ട്. റീ എഡിറ്റിന് മുന്നേ സിനിമ കാണാനുള്ള തിരക്കും തിയേറ്ററുകളിൽ നടക്കുന്നു. ഗുജറാത്ത് കലാപമടക്കം സംഘപരിവാറിന് ഇഷ്ടപ്പെടാത്ത 17 രംഗങ്ങളിലാണ് മാറ്റം വരുത്തുന്നത്. വ്യാഴാഴ്ചയാണ് എമ്പുരാൻ ലോകവ്യാപകമായി തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത്. ചിത്രം പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് വിവാദവും പൊട്ടിപ്പുറപ്പെട്ടത്. ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട ചിത്രത്തിലെ ചില പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടി എമ്പുരാനെതിരെ ബഹിഷ്കരണ ആഹ്വാനവുമായി സംഘപരിവാർ എത്തുകയായിരുന്നു. വില്ലൻ കഥാപാത്രത്തിന്റെ പേര് അത് വല്ലാത്ത ഒരു അലോസരമാണ് സംഘികളിൽ ഉണ്ടാക്കിയത്. 2 ദിവസം കൊണ്ട് 100 കോടി ക്ലബിൽ കയറിയ സിനിമ വൻ ജനപിന്തുണയുമായി തിയേറ്ററുകളിൽ മുന്നേറ്റം നടത്തുമ്പോഴാണ് സംഘപരിവാർ കനത്ത പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. എന്തായാലും സംഘപരിവാറിനെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി എഡിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞെങ്കിലും ഇത് എന്താണ് ലക്ഷ്യം വെച്ചത് അല്ലെങ്കിൽ ആരിലേക്കാണ് ഇതൊക്കെ എത്തേണ്ടത് എന്നത് വളരെ വ്യക്തമായി തന്നെ ഈ പെരുന്നാൾ ദിനങ്ങളിൽ ഈ സിനിമയുടെ പ്രവർത്തകർ അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ അറിഞ്ഞില്ല എന്ന് നടിച്ച് നടത്തുന്നു എന്നതാണ് ചുരുക്കം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.